വാസിഷ്ഠസുധ യോഗവാസിഷ്ഠസാരം പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ സാർ എഴുതിയ വ്യാഖ്യാനത്തിൻ്റെ ഓഡിയോ ബുക്ക് നമുക്ക് തുടർന്ന് കേൾക്കാം. നിർവാണ പ്രകരണം സർഗം 15 യോഗ സപ്തഭൂമിക ഉപാഖ്യാനം പേജ് 412. വസിഷ്ഠൻ പറഞ്ഞു, സിദ്ധാന്തോധ്യാത്മശാസ്ത്രാണാം സർവാപന്നവ ഏവ ഹി നാവിദ്യാസ്ഥീഹനോ മായ ശാന്തം ബ്രഹ്മേദമഗ്രിമം. അധ്യാത്മശാസ്ത്രാണാം സിദ്ധാന്തഃ, വേദാന്തശാസ്ത്രങ്ങളുടെ അന്തിമമായ തീരുമാനം സർവാപന്നവ ഏവ ഹി, എല്ലാം ഇല്ലെന്നു പറഞ്ഞു തള്ളിക്കളയുക എന്നതാണ്. ഇഹ ന അവിദ്യാസ്തി, ഇവിടെ അവിദ്യയില്ല. നോ മായ, മായ ഇല്ല. സർവമിതം, ഈ കാണുന്നതെല്ലാം അഗ്രിമം ബ്രഹ്മ, പണ്ടേയുള്ള പരമകാരണമായ ബ്രഹ്മം തന്നെയാണ്. വേദാന്തശാസ്ത്രങ്ങളുടെ അന്തിമമായ തീരുമാനം എല്ലാം ഇല്ലെന്നു പറഞ്ഞ് തള്ളിക്കളയുക എന്നതാണ്. ഇവിടെ അവിദ്യയില്ല, മായയില്ല. ഈ കാണപ്പെടുന്നതെല്ലാം പണ്ടേയുള്ള പരമകാരണമായ ബ്രഹ്മം തന്നെയാണ്. സർവം ബ്രഹ്മേദമഗ്രിമം, ഉണ്ടായി മറയുന്ന ജഗത്തിൻ്റെ പരമകാരണമാണ് വേദാന്തശാസ്ത്രം അന്വേഷിച്ചത്. ശുദ്ധബോധസ്വരൂപമായ ആ പരമകാരണം കണ്ടെത്തുകയും ചെയ്തു. പരമകാരണം അഖണ്ഡവും നിശ്ചലവും നിർവികാരവുമാണെന്നും തെളിഞ്ഞു. അങ്ങനെയുള്ള ഒരു പരമകാരണത്തിൽ നിന്നും യഥാർത്ഥത്തിൽ എന്തെങ്കിലും ഉണ്ടാകാൻ പറ്റുമോ? ഒരിക്കലും സാധ്യമല്ല. അതുകൊണ്ട് ഉണ്ടായി മറയുന്ന പലതിൻ്റെ കാഴ്ച വെറും ഭ്രമമാണ്. ഭ്രമമൊന്നും ഒരിക്കലും അധിഷ്ഠാനമായ വസ്തുവിൽ നിന്നും ഭിന്നമല്ല. മരുഭൂമിയിലെ കാനൽ ജലം മരുഭൂമി തന്നെയാണ്. അപ്പോൾ എന്തു തീരുമാനിക്കാം? കാണപ്പെടുന്നതൊക്കെ പണ്ടേയുള്ള ബോധരൂപമായ ബ്രഹ്മം മാത്രം. ഈ അദ്വയ വസ്തുസ്ഥിതിക്ക് മാത്രമേ യുക്തിയുള്ളൂ. അവിദ്യ, മായ ഇവയൊന്നും ഉണ്ടെന്നുള്ളതിന് യുക്തിയില്ല. പിന്നെ ഇവയെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്തിരിക്കുന്നതോ? എല്ലാ ചർച്ചകളും അദ്വൈത വസ്തുബോധത്തിൽ കൊണ്ടെത്തിക്കാനുള്ള ഉപായങ്ങൾ മാത്രം. ലക്ഷ്യത്തിലെത്തിയാൽ ഉപായങ്ങളൊക്കെ ഒഴിഞ്ഞുപോകും. ആത്മാർത്ഥതയുള്ള സത്യജിജ്ഞാസുവിന് ഇത് തന്നിൽ തന്നെ പരീക്ഷിച്ചു നോക്കാം. ഒരു സത്യാന്വേഷി സങ്കല്പങ്ങളെയെല്ലാം പുറന്തള്ളി നോക്കട്ടെ. സങ്കല്പങ്ങളോടൊപ്പം അവിദ്യയും മായയും ജഗത്തുമെല്ലാം എങ്ങോട്ട് പോയി എന്നറിയാൻ കഴിയാത്ത വിധം ഒഴിഞ്ഞു പോകും. ഒടുവിൽ അവയെ പുറന്തള്ളിയ ശുദ്ധബോധസ്വരൂപം മാത്രം അവശേഷിക്കും. രണ്ടിൻ്റെ കണിക പോലുമില്ലാത്ത പൂർണ്ണ അനുഭവ രൂപമായ ബോധം, അതുതന്നെയാണ് ബ്രഹ്മം. ധൈര്യമുണ്ടെങ്കിൽ ഇതാർക്കും പരീക്ഷിച്ച് നോക്കി ബോധ്യപ്പെടാവുന്നതാണ്. വസിഷ്ഠൻ തുടർന്നു, ശാന്തമായ ചിദാകാശം, സർവത്ര സമമായി തന്നിൽ തന്നെ നിലകൊള്ളുന്ന സത്യം, എല്ലാ ശക്തിയും ഉൾക്കൊള്ളുന്ന ഉണ്മ, അതിൻ്റെ പേരാണ് ബ്രഹ്മം. അതിന് പലരും പല പേരു പറയുന്നു. ചിലർ ശൂന്യമെന്നു പറയുന്നു, മറ്റു ചിലർ വിജ്ഞാനമെന്നു പറയുന്നു, വേറെ ചിലർ ഈശ്വരൻ എന്ന് പറയുന്നു. പേരുകളുടെ പേരിൽ അന്യോന്യം കലഹിക്കുന്നു. രാമ, എല്ലാം പുറന്തള്ളി മഹാമൗനിയായി ഭവിക്കൂ. എല്ലാം പുറന്തള്ളുന്ന നിനക്ക് നിന്നെ സ്വയം പുറന്തള്ളാൻ പറ്റുകയില്ലല്ലോ. മനനമില്ലാതെ, ചിത്തമില്ലാതെ ശാന്തബുദ്ധിയായി നിർവ്വാണം അനുഭവിക്കൂ. ആത്മാവിൽ ആത്മശാന്തി കണ്ടെത്തി മൂകനെപ്പോലെയോ അന്ധനെപ്പോലെയോ ബധിരനെപ്പോലെയോ നിലകൊള്ളൂ. സദാ അന്തർമുഖനായി പൂർണ്ണബുദ്ധിയായി കഴിയൂ. ഉണർന്നിരിക്കവേ ഉറങ്ങുന്നവനെപ്പോലെ കർമ്മങ്ങളിൽ ഏർപ്പെടൂ. ഉണർന്നിരിക്കവേ ഉറങ്ങുന്നവനെപ്പോലെ കർമ്മങ്ങളിൽ ഏർപ്പെടൂ. ഉള്ളിലെല്ലാം വെടിഞ്ഞിട്ട് പുറമേ ഒരു നടനെപ്പോലെ അപ്പോഴപ്പോൾ വന്നു ചേരുന്നത് ചെയ്യൂ. ചിത്തമുണ്ടായിരിക്കുന്നതാണ് പരമദുഃഖം, ചിത്തമില്ലാതാകുന്നത് പരമസുഖം. പുറത്തുനിന്നൊന്നിനെയും പ്രത്യേകം അംഗീകരിക്കാതെ ചിത്തത്തെ ചിന്മയമാക്കി മാറ്റൂ. രമ്യം കണ്ടാലും അരമ്യം കണ്ടാലും പാഷാണം പോലെ നിശ്ചലത പുലർത്തൂ. സ്വയത്നം കൊണ്ട് ഇത്രയും നേടാമെങ്കിൽ ഈ സംസാരം ജയിക്കപ്പെട്ടു. സുഖമോ ദുഃഖമോ മധ്യസ്ഥിതിയോ ഉള്ളുകൊണ്ട് അംഗീകരിക്കരുത്. ഇത് പ്രയത്നം കൊണ്ട് സാധിക്കുമെങ്കിൽ എന്നേക്കുമായി ദുഃഖം ഒഴിഞ്ഞു മാറുന്ന അനന്ത അനുഭവ സ്ഥാനം കണ്ടെത്താൻ കഴിയും. സത്യം കണ്ട ധന്യാത്മാവ് പൂനിലാവ് വിതറുന്ന പൂർണ്ണചന്ദ്രനെപ്പോലെ ഉള്ളിൽ രസായനമയമായ ആനന്ദം അനുഭവിക്കുന്നു. 3 ലോകത്തിൻ്റെയും സത്തായ സത്യം അദ്ദേഹത്തിന് അറിയപ്പെട്ടതായി ഭവിക്കുന്നു. പരമപദത്തിലെത്തിയ അദ്ദേഹം കർമ്മം ചെയ്താലും ഒന്നും ചെയ്യുന്നില്ല. രാമൻ ചോദിച്ചു, ഭഗവൻ, യോഗഭൂമികകൾ 7 ഉണ്ടല്ലോ, അവ ക്രമേണ എങ്ങനെയാണ് പരിശീലിക്കേണ്ടത്? ഓരോ യോഗഭൂമികയിലും
എന്നതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? വസിഷ്ഠൻ പറഞ്ഞു, പ്രവൃത്തശ്ച നിവൃത്തശ്ച ഭവതി ദ്വിവിധഃ പുമാൻ സ്വർഗാപവർഗയോന്മുഖയോഃ ശൃണു ലക്ഷണമേതയോഃ. സ്വർഗാപവർഗോന്മുഖയോഃ, കർമ്മം കൊണ്ട് നേടാവുന്ന ഭൗതിക സുഖം ലക്ഷ്യമാക്കുന്നവനായും ജ്ഞാനം കൊണ്ട് നേടാവുന്ന മോക്ഷസുഖം ലക്ഷ്യമാക്കുന്നവനായും. പുമാൻ മനുഷ്യൻ, പ്രവൃത്തഃ ച നിവൃത്തഃ ച, പ്രവൃത്തനെന്നും നിവൃത്തനെന്നും ദ്വിവിധഃ ഭവതി, രണ്ടു പ്രകാരം ഭവിക്കുന്നു. ഏതയോഹോ, ഈ രണ്ടു കൂട്ടരുടെയും ലക്ഷണം ശൃണു, ലക്ഷണം കേട്ടുള്ളൂ. കർമ്മം കൊണ്ടു നേടാവുന്ന ഭൗതിക സുഖം ലക്ഷ്യമാക്കുന്നവനായും ജ്ഞാനം കൊണ്ടു നേടാവുന്ന മോക്ഷസുഖം ലക്ഷ്യമാക്കുന്നവനായും മനുഷ്യൻ പ്രവൃത്തനെന്നും നിവൃത്തനെന്നും രണ്ടു പ്രകാരം ഭവിക്കുന്നു. ഈ രണ്ടു കൂട്ടരുടെയും ലക്ഷണം കേട്ടുള്ളൂ. പ്രവൃത്തശ്ച നിവൃത്തശ്ച, ദേഹമെടുത്ത് ഇവിടെ എത്തുന്ന മനുഷ്യന് സുഖ അനുഭവത്തിനായി രണ്ടു മാർഗങ്ങളാണുള്ളത്, പ്രവൃത്തിയെന്നും നിവൃത്തിയെന്നും. പ്രവൃത്തി മാർഗത്തെ പ്രേയോമാർഗമെന്നും നിവൃത്തി മാർഗത്തെ ശ്രേയോമാർഗമെന്നും കഠോപനിഷത്ത് വേർതിരിക്കുന്നു. പ്രവൃത്തി മാർഗത്തിൽ സഞ്ചരിക്കുന്നവൻ പ്രവൃത്തൻ, നിവൃത്തി മാർഗത്തിൽ സഞ്ചരിക്കുന്നവൻ നിവൃത്തൻ. പ്രവൃത്തി മാർഗത്തെ സ്വർഗമാർഗമെന്നും നിവൃത്തി മാർഗത്തെ അപവർഗമാർഗമെന്നും വേർതിരിക്കാം. കർമ്മം ചെയ്ത് പടിപടിയായി കൂടുതൽ കൂടുതൽ ഭൗതിക സുഖം നേടുന്ന മാർഗമാണ് പ്രവൃത്തി മാർഗം. ഭൗതിക സുഖത്തിൻ്റെ പാരമ്യമാണ് സ്വർഗം. അതുകൊണ്ട് ആ മാർഗത്തെ സ്വർഗമാർഗമെന്നും പറയുന്നു. ജ്ഞാനം നേടി ക്രമേണ പരമസത്യത്തെ സമീപിച്ച് സുഖിക്കുന്ന മാർഗമാണ് നിവൃത്തി മാർഗം. സത്യാനുഭവ സുഖത്തിൻ്റെ പാരമ്യമാണ് അപവർഗം അഥവാ മോക്ഷം. അതുകൊണ്ട് ആ മാർഗത്തെ അപവർഗമാർഗമെന്നും പറയുന്നു. പ്രവൃത്തിമാർഗം കർമ്മമാർഗവും നിവൃത്തിമാർഗം ജ്ഞാനമാർഗവുമാണ്. ഒരു യാത്രക്കാരൻ വീട്ടിൽ നിന്നിറങ്ങി തിരിച്ചു എന്നു കരുതുക. കുറേ ദൂരം സഞ്ചരിച്ചു. ഇനി അയാളുടെ മുൻപിൽ രണ്ടു ഗതികളാണുള്ളത്. ഒന്നുകിൽ വീണ്ടും സഞ്ചാരം തുടർന്ന് വീട്ടിൽ നിന്നും അകന്നകന്നു പോകാം, ഇതാണ് പ്രവൃത്തിമാർഗം. അല്ലെങ്കിൽ തിരിച്ചു നടന്ന് വീട്ടിലെത്താം, ഇതാണ് നിവൃത്തിമാർഗം. അഖണ്ഡബോധസ്വരൂപമായ ബ്രഹ്മത്തിൽ രൂപം കൊണ്ടവരാണല്ലോ ജീവന്മാർ എന്ന് നാം നേരത്തെ കണ്ടുവല്ലോ. അപ്പോൾ ജീവന്മാരുടെ വീടാണ് ബ്രഹ്മം. അഖണ്ഡബോധസ്വരൂപമായ ബ്രഹ്മത്തിൽ രൂപം കൊണ്ടവരാണ് എല്ലാ ജീവന്മാരും എന്ന് നാം നേരത്തെ കണ്ടുവല്ലോ. അപ്പോൾ ജീവന്മാരുടെ വീടാണ് ബ്രഹ്മം. അവിടെ നിന്നും ഇറങ്ങിത്തിരിച്ച് കർമ്മത്തിലൂടെ യാത്ര ചെയ്ത് മനുഷ്യജന്മത്തിൽ എത്തിച്ചേർന്നു. ഇനി മനുഷ്യൻ്റെ മുൻപിൽ രണ്ടു മാർഗങ്ങളേ ഉള്ളൂ. ഒന്നുകിൽ കൂടുതൽ കൂടുതൽ കർമ്മം ചെയ്ത് ജന്മങ്ങൾ നേടി ബ്രഹ്മത്തിൽ നിന്നും അകലാം. ഈ കർമ്മമാർഗത്തിൽ എല്ലാം നശ്വരങ്ങളായതുകൊണ്ട് അല്പസുഖങ്ങളോടൊപ്പം അനന്ത ദുഃഖങ്ങളും അനുഭവിക്കേണ്ടി വരും. ആനന്ദഘനമായ ബ്രഹ്മത്തെ തൻ്റെ വീടാണെന്നറിയുന്ന ജ്ഞാനത്തിലൂടെ കർമ്മത്തെ കുറച്ച് കുറച്ച് തിരിച്ചു നടക്കുന്ന മാർഗമാണ് നിവൃത്തിമാർഗം. ഈ മാർഗം അംഗീകരിക്കുന്നയാൾ ക്രമേണ കർമ്മമാർഗത്തിലെ ജനന മരണ ചക്രത്തിൽ നിന്നും അകന്ന് ആനന്ദ സ്വരൂപമായ ബ്രഹ്മത്തിലെത്തി സുഖിക്കുന്നു. ഇതാണ് നിയമം. വസിഷ്ഠൻ തുടർന്നു, ഈ നിർവ്വാണമെന്ന് പറയുന്നത് ഒന്നുമില്ല, നമുക്ക് നല്ലത് സംസാരയാത്ര തന്നെ എന്നിങ്ങനെ തീരുമാനിച്ചുകൊണ്ട് കർത്തൃഭാവത്തോടെ കർമ്മരംഗത്ത് വർത്തിക്കുന്നവനാണ് പ്രവൃത്തൻ. ഈ നിർവ്വാണമെന്ന് പറയുന്നത് ഒന്നുമില്ല, നമുക്ക് നല്ലത് സംസാരയാത്ര തന്നെ എന്നിങ്ങനെ തീരുമാനിച്ചുകൊണ്ട് കർത്തൃഭാവത്തോടെ കർമ്മരംഗത്ത് വർത്തിക്കുന്നവനാണ് പ്രവൃത്തൻ. ഈ പ്രവൃത്തൻ്റെ ജീവിതഗതി ഇളകി മറിയുന്ന രണ്ടു സമുദ്രങ്ങളുടെ ഇടയ്ക്കുള്ള അല്പമായ കരയിലെ പൊത്തിൽ കഴുത്തു നീട്ടി കയറാൻ ശ്രമിക്കുന്ന ആമയുടെ സ്ഥിതി പോലെ വിഷമകരമാണ്. മുന്നോട്ടു നീങ്ങിയാലും തിരയടി, പിന്നോട്ടു നീങ്ങിയാലും തിരയടി, ഇടയ്ക്കുള്ള അല്പമായ കരയിലും ഭയദുഃഖം. അതുപോലെ പ്രവൃത്തൻ തൽക്കാല ജീവിതത്തിലും ജരാമരണാദി ദുഃഖം അനുഭവിക്കണം, അനന്തര ജീവിതത്തിലും അത് തുടരണം, മധ്യഘട്ടത്തിൽ ഗർഭാദി ക്ലേശങ്ങളിൽപ്പെട്ട് ഞെരിയണം. ഇങ്ങനെ അനേകം ജന്മദുഃഖങ്ങൾ അനുഭവിച്ച് തളരുമ്പോൾ പ്രവൃത്തന് വിവേകം സംജാതമായി എന്നു വരാം. ഈ സംസാര വ്യവസ്ഥ അത്യന്തം അസാരമാണ്. എനിക്കിതുകൊണ്ട് എന്തു പ്രയോജനം? ആവർത്തിക്കപ്പെടുന്ന കർമ്മങ്ങൾ എന്തിന്? എല്ലാ ദിവസവും കർമ്മ ആവർത്തനം, ഇതുകൊണ്ട് എന്തു നേടാൻ? ഈ കർമ്മങ്ങൾക്കൊക്കെ അപ്പുറം പൂർണ്ണ വിശ്രമം പ്രദാനം ചെയ്യുന്ന വല്ല ഇടവുമുണ്ടോ? ഈ നിശ്ചയത്തോടെ അന്വേഷണം തുടരുന്നവനാണ് നിവൃത്തൻ. നശ്വരങ്ങളായ ജഡവിഷയങ്ങളിൽ വിരക്തനായി എങ്ങനെ എനിക്ക് ഈ സംസാര സമുദ്രത്തെ കടക്കാൻ കഴിയും?
എപ്പോഴാണോ ഒരു സത്യാന്വേഷി ഇങ്ങനെ വിചാരപരനായി ഭവിക്കുന്നത്, അപ്പോൾ മുതൽ രാഗദ്വേഷ വാസനകൾ ഉള്ളിൽ കുറയാൻ തുടങ്ങുന്നു. ഉദാരങ്ങളായ കർമ്മങ്ങളിൽ സന്തോഷം നഷ്ടപ്പെടാതെ വ്യവഹരിക്കുന്നു. പ്രാകൃതങ്ങളായ ജഡചേഷ്ടകളിൽ മനസ്സുറച്ചു നിൽക്കാൻ തുടങ്ങുന്നു. പ്രാകൃതങ്ങളായ ജഡചേഷ്ടകളിൽ മനസ്സ് അറച്ചു നിൽക്കാൻ തുടങ്ങുന്നു. മറ്റുള്ളവരിൽ ഒരിക്കലും കുറ്റം കാണുന്നില്ല. പുണ്യകർമ്മങ്ങളിൽ തൽപരനായി വർത്തിക്കുന്നു. തൻ്റെ പ്രവൃത്തി കൊണ്ട് മറ്റൊരാൾക്ക് വ്യാകുലത വരാതെ സൂക്ഷിക്കുന്നു. പാപകർമ്മങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നു. സ്വാർത്ഥമായ ലൗകിക സുഖം കൊതിക്കുന്നതേയില്ല. സ്നേഹം നിറഞ്ഞവയും മൃദുവായവയും ദേശകാലോചിതങ്ങളുമായ വാക്കുകൾ ഉച്ചരിക്കുന്നു. രാമ, ഇത്രയുമൊക്കെയായാൽ അയാൾ ഒന്നാമത്തെ യോഗഭൂമിയിൽ എത്തി എന്നു കരുതാം. ശുഭേച്ഛ എന്ന ഈ ഒന്നാമത്തെ ഭൂമികയിൽ എത്തിയയാൾ മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും കർമ്മം കൊണ്ടും സദാ സജ്ജന സമ്പർക്കത്തിൽ ഏർപ്പെടുന്നു. എവിടെ നിന്നെങ്കിലുമൊക്കെ ജ്ഞാനശാസ്ത്ര ഗ്രന്ഥങ്ങൾ അന്വേഷിച്ചു കണ്ടെത്തി പഠിക്കാൻ തുടങ്ങുന്നു. എന്തായാലും സംസാരതരണത്തിൽ ഈ ആരംഭം കുറിക്കുന്നയാൾ യോഗഭൂമികയിലേക്ക് കടന്നയാളാണ്. ഇനി അയാൾക്ക് പേടിക്കാനില്ല. വെറും സദാചാരങ്ങൾ അനുഷ്ഠിച്ചു മാത്രം കഴിയുന്ന ആര്യപദവിയെ അയാൾ കടന്നിരിക്കുന്നു എന്ന് കാണേണ്ടതാണ്. ശുഭേച്ഛയെന്ന ഒന്നാമത്തെ ഭൂമിക കടന്നാൽ അടുത്തതാണ് വിചാരണ. ഈ ഭൂമികയിലെത്തിയയാൾ ശ്രുതി, സ്മൃതി, സദാചാര ധാരണ, ധ്യാനകർമ്മങ്ങൾ വേണ്ട പോലെ ധരിച്ചുപദേശിക്കാൻ കഴിവുള്ള പ്രശസ്തരായ ശ്രേഷ്ഠ പണ്ഡിതന്മാരെ സമീപിക്കുന്നു. ജഡബോധ പദാർത്ഥ വിഭാഗം വ്യക്തമായി വേർതിരിച്ചറിയുന്നു. കാര്യാകാര്യങ്ങൾ ദൃഢമായി നിശ്ചയിക്കുന്നു. സമർത്ഥനായ ഒരു ഗൃഹസ്ഥൻ ഗൃഹകാര്യങ്ങൾ നിർണയിക്കുന്നത് പോലെ, ഒരു പാമ്പു ചട്ട കഴറ്റിക്കളയുന്നത് പോലെ. മതം, അഭിമാനം, മാത്സര്യം, ദംഭം, മോഹം, അർത്ഥിത ഇവയുടെ അതിപ്രസരത്തെ ദൂരെ ത്യജിക്കുന്നു. ഇങ്ങനെയുള്ളയാൾ ഗുരുസജ്ജന സേവയിലൂടെയുള്ള ശാസ്ത്ര ചർച്ച കൊണ്ട് നിലനിൽപ്പിൻ്റെ രഹസ്യം ഉള്ളതുപോലെ മനസ്സിലാക്കുന്നു. ഇനി മൂന്നാമത്തെ യോഗഭൂമികയാണ് അസംഗ. മൃദുവും ശോഭയുള്ളതും ശുദ്ധവുമായ ഒരു പൂമെത്ത പോലെ ഈ ഭൂമിക വന്നുചേരുന്നു. ഈ ഭൂമികയിൽ ശാസ്ത്രവാക്യാർത്ഥം വേണ്ട പോലെ ധരിച്ച് ബുദ്ധി നിശ്ചലയായി വർത്തിക്കുന്നു. താപസാശ്രമങ്ങളിലും മറ്റുമെത്തി അധ്യാത്മചർച്ച ഗാഠതരമായി ഭവിക്കുന്നു. സംസാരദോഷങ്ങൾ എടുത്തുകാട്ടി വൈരാഗ്യം വളർത്തുന്ന ചർച്ചകൾ കൂടുതൽ രുചികരങ്ങളായിത്തീരുന്നു. പാറപ്പുറത്തും മറ്റും കിടന്നും ഇരുന്നും സമയം കഴിച്ചുകൂട്ടുന്നു. ചിത്തോപശമം ഉറപ്പുവരുത്താൻ വനങ്ങളിലും ഉപവനങ്ങളിലും സഞ്ചരിക്കുന്നു. നീതിമാനായി സത്യാന്വേഷി നിസ്സംഗ സുഖം അനുഭവിച്ച് കാലം നയിക്കുന്നു. സജ്ജന സമ്പർക്കം കൊണ്ടും ശാസ്ത്രപരിചയം കൊണ്ടും പുണ്യകർമ്മങ്ങൾ കൊണ്ടും വസ്തു ദൃഷ്ടിക്ക് ഉറപ്പു വരുന്നതോടെ പ്രസന്നത പെരുകുന്നു. ഈ മൂന്നാമത്തെ ഭൂമികയിലെത്തി ഉണരുന്ന സാധകൻ രണ്ടു തരത്തിലുള്ള നിസ്സംഗത്വം അനുഭവിക്കുന്നു. അവയുടെ ഭേദം കേട്ടോളൂ. സാമാന്യമെന്നും ശ്രേഷ്ഠമെന്നുമുള്ള രണ്ടു തരം നിസ്സംഗമാണ് അനുഭവപ്പെടുക. ഞാൻ ഭോക്താവല്ല, കർത്താവല്ല, ബാധ്യനല്ല, ബാധകനല്ല എന്നിങ്ങനെ ബാഹ്യ വിഷയങ്ങളിലുള്ള നിസ്സംഗമാണ് സാമാന്യം. മുൻ ജന്മങ്ങളിലെ കർമ്മം കൊണ്ടുവന്നു ചേർന്നതാണ് എല്ലാം. അഥവാ എല്ലാം ഈശ്വരാധീനം. സുഖമാകട്ടെ ദുഃഖമാകട്ടെ എല്ലാം അതേയുള്ളൂ. ഇക്കാര്യത്തിൽ ഞാൻ എന്തു ചെയ്യാനാണ്? ലോകഭോഗങ്ങൾ മഹാരോഗങ്ങളാണ്. സമ്പത്തുകൾ വലിയ ആപത്തുകളാണ്. വേർപിരിയലാണ് കൂടിച്ചേരൽ. ബുദ്ധിയുടെ രോഗങ്ങളാണ് ആദികൾ. എല്ലാം വിഴുങ്ങി അവസാനിപ്പിക്കാൻ കാലം ഒരുങ്ങി നിൽക്കുന്നു. ഈ വിചാരങ്ങൾക്ക് ഉറപ്പുവരുന്നതാണ് സാമാന്യമായ നിസ്സംഗം. സാമാന്യമായ ഈ നിസ്സംഗം ഉറപ്പുവന്നു. സജ്ജന സമ്പർക്കം നിരന്തരമായി, ദുർജന സമ്പർക്കം തീരെ വിട്ടുപോയി. ആത്മബോധം കൂടി വന്നു. പൗരുഷത്തോടെ യത്നിച്ച് അഭ്യാസത്തിന് ശക്തി കൂട്ടി. കയ്യിലെ നെല്ലിക്ക പോലെ വസ്തു സ്പഷ്ടമായി തെളിഞ്ഞു. ഞാൻ കർത്താവല്ല, ഈശ്വരനാണ് കർത്താവ്, മുൻ ജന്മ കർമ്മമാണ് കാരണം എന്നിത്യാദി ഭാവനകളൊക്കെ ദൂരെ ഒഴിഞ്ഞുമാറി. സംസാര സമുദ്രത്തിൻ്റെ മറുകരയായ പരമകാരണത്തിൽ മൗനമായി ശാന്തമായി ഇരിപ്പുറച്ചു. സജ്ജന സമ്പർക്കം നിരന്തരമായി, ദുർജന സമ്പർക്കം തീരെ വിട്ടുപോയി. ആത്മബോധം കൂടി വന്നു. പൗരുഷത്തോടെ യത്നിച്ച് അഭ്യാസത്തിന് ശക്തി കൂട്ടി. കയ്യിലെ നെല്ലിക്ക പോലെ വസ്തു സ്പഷ്ടമായി തെളിഞ്ഞു. ഞാൻ കർത്താവല്ല, ഈശ്വരനാണ് കർത്താവ്, മുൻ ജന്മ കർമ്മമാണ് കാരണം എന്നിത്യാദി ഭാവനകളൊക്കെ ദൂരെ ഒഴിഞ്ഞുമാറി. സംസാര സമുദ്രത്തിൻ്റെ മറുകരയായ പരമകാരണത്തിൽ മൗനമായി ശാന്തമായി ഇരിപ്പുറച്ചു. ഇതാണ് ശ്രേഷ്ഠമായ നിസ്സംഗം.
അകത്തോ പുറത്തോ താഴെയോ ആകാശത്തോ പദാർത്ഥത്തിലോ അപദാർത്ഥത്തിലോ ജഡത്തിലോ ചേതനത്തിലോ എന്നിങ്ങനെ അതിനെ പരിച്ഛേദിക്കാനേ സാധ്യമല്ല. മറ്റൊന്നിനാൽ പ്രകാശിക്കപ്പെടാത്തതും മറ്റൊന്നിനാൽ അറിയപ്പെടാത്തതും അനാദ്യന്തവും സ്വഭാവമയവുമാണ് ശ്രേഷ്ഠമായ നിസ്സംഗം. തൃപ്തിയുടെ മോദം കൊണ്ട് മധുരമാണ് ഈ മൂന്നാമത്തെ അസംഗഭൂമിക. നല്ല കർമ്മങ്ങളാകുന്ന ശുദ്ധ പല്ലവം കൊണ്ട് നിറഞ്ഞതാണ്. ചിത്തനാളത്തിൽ ഒളിഞ്ഞിരിക്കുന്നതാണ്. വിഘ്നങ്ങളാകുന്ന മുള്ളുകൾ കൊണ്ട് സങ്കീർണമാണ്. വിവേകസൂര്യൻ വിടർത്തിയ താമരയാണ്. ഉള്ളിൽ ഉറച്ചിരിക്കുന്ന വേരോടുകൂടിയതാണ്. രാമ, സജ്ജനങ്ങളുമായുള്ള ചേർച്ച കൊണ്ടും പുണ്യകർമ്മഫലം കൊണ്ടും യാദൃച്ഛികമായി ഉദയം ചെയ്യുന്നതാണ് ഒന്നാമത്തെ ഭൂമിക. അമൃതത്വത്തിൻ്റെ മുളപ്പുപോലെ ഇങ്ങനെ ഉള്ളിൽ ഉദയം ചെയ്യുന്ന ഒന്നാം ഭൂമികയെ വിവേകമാകുന്ന വെള്ളം തളിച്ച് പ്രയത്നപൂർവ്വം പരിരക്ഷിക്കേണ്ടതാണ്. ഈ മുളപ്പിനെ വിചാരം കൊണ്ട് തഴപ്പിക്കണം. ഒരു കൃഷീവലൻ ധാന്യത്തെ വളർത്തുന്നത് പോലെ മറ്റു ഭൂമികകൾക്കെല്ലാം പ്രവേശനം അരുളുന്നത് ഈ ഒന്നാമത്തെ ഭൂമികയാണ്. ക്രമേണ 2-3 ഭൂമികകൾ കടന്നുവരും. ശ്രേഷ്ഠയായ അസസംഗ എന്ന മൂന്നാമത്തെ അസംഗ എന്ന മൂന്നാമത്തെ ഭൂമികയിൽ മനുഷ്യൻ സങ്കല്പ കളങ്കങ്ങളൊക്കെ പോയി ശുദ്ധനായി ഭവിക്കുന്നു. രാമൻ ചോദിച്ചു, മൂഢനും ഹീനകുലജാതനുമായി പ്രവൃത്തിമാർഗത്തിൽ യോഗി സംഘഭാഗ്യം ലഭിക്കാതെ കഴിയുന്ന ഒരു അധമന് സംസാര സമുദ്ര തരണം എങ്ങനെ സാധ്യമാകും? ഒന്നാമത്തെയോ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ അഥവാ മറ്റേതെങ്കിലുമോ ഭൂമികയിലെത്തി മരണം വരിക്കുന്ന സാധകൻ്റെ ഗതി എന്ത്? വസിഷ്ഠൻ പറഞ്ഞു, രാമ, വാസനാബദ്ധനായി മൂഢനായി കഴിയുന്നവന് 100 കണക്കിന് വന്നു ചേരുന്ന ജന്മാന്തരങ്ങളിൽ എപ്പോഴെങ്കിലും ആദ്യത്തെ ഭൂമിക ഉദയം ചെയ്യുന്നില്ലെങ്കിൽ സംസാരഗതി നീണ്ടു പോകാനിടവരും. അല്ലെങ്കിൽ ചിലപ്പോൾ യാദൃച്ഛികമായി സജ്ജന സംസർഗം നിമിത്തം സംസാര ചർച്ചയ്ക്ക് ഇടയിൽ വൈരാഗ്യം ഉദയം ചെയ്തു എന്നും വരാം. 339 ശ്ലോകം. വൈരാഗ്യേഭ്യുദിതേ ജന്തോരവശ്യം ഭൂമികോദയഃ തേന നശ്യതി സംസാര ഇതി ശാസ്ത്രാർത്ഥ സംഗ്രഹഃ. ഓഡിയോ ബുക്ക് തുടരുന്നതാണ്.